ഡൽഹി ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടത്തിയത് ക്രൂഡ് ബോംബ് ഉപയോഗിച്ചെന്ന് NSGയുടെ റിപ്പോർട്ട്. നിയന്ത്രിത സ്ഫോടനത്തിനായി സ്വയം നിർമ്മിച്ച ടൈമറാണ് ഉപയോഗിച്ചത്. ഭീഷണിക്കത്തിൽ നിന്നും സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും വിരലടയാളമൊന്നും കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യും. ബൽറാം, പറയൂ. SKN കഴിഞ്ഞ ഡിസംബർ 26-ന് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഉണ്ടായ സ്ഫോടനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് NSG കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ക്രൂഡ് ബോംബാണ് എന്നുള്ളതാണ്. നിയന്ത്രിതമായ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമായിരുന്നു നടത്തിയത്. എന്നാൽ ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് ഒരു രാസസ്ഫോടനമാണ് നടന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം വസ്തുക്കളാണ് ഈ രാസസ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ആണികളും ഒപ്പം തന്നെ ബാൾ ബെയറിങ്ങുകളും മൂർച്ചയേറിയ ലോഹ കഷ്ണങ്ങളും മറ്റും ഈ ബോംബിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഈ സ്ഫോടന സ്ഥലത്തു നിന്നും ഇവ കണ്ടെത്താൻ കഴിഞ്ഞു എന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ ഭീഷണി കത്ത്, ഈ ബോംബ് പരിശോധനയിൽ ഒരു ഭീഷണി കത്ത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഈ കത്തിൽ വിരലടയാളങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തിയെങ്കിലും അവിടെയും വിരലടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് NSGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മനഃപൂർവ്വം തന്നെ വിരലടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്നാണ് പ്രാഥമിക പരിശോധനയിൽ NSGക്ക് വ്യക്തമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് കണ്ടെത്തിയ ലോഹകഷ്ണങ്ങൾ അടക്കമുള്ളവ കൂടുതൽ പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്ഫോടനം നടത്തിയ ആളെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു സൂചനയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവനായും കണ്ടെത്തിയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി എന്നുള്ളത്. വിഷയത്തിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണം, പ്രതിയിലേക്ക് എത്താനുള്ള അന്വേഷണം തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.